ഹലോ, എല്ലാവർക്കും നമസ്കാരം. സിയ പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മളെവിടെയുള്ളേക്കോ നമ്മൾ ഇപ്പോൾ ഉള്ളത് മണാലിയിലാണ് ഞങ്ങളുള്ളത്. എവിടെ ഉണ്ടാപ്പിയുള്ളത്? മണാലിയിൽ ഞങ്ങൾ ട്രിപ്പ് വന്നതാണ്. അപ്പം എന്താ പറയുക, ഞാൻ ആദ്യമേ പറയുകയാണ്, നമ്മളുടെ ചാനൽ ഇനി അങ്ങോട്ടേക്ക് നമ്മളുടെ മണാലി ട്രിപ്പിൻ്റെ എപ്പിസോഡുകളായിരിക്കും. ഞങ്ങൾ ഡൽഹിയിൽ പോകുന്നതിൻ്റെയും അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ഫുൾ എപ്പിസോഡും ഞങ്ങൾ എങ്ങനെയാണ് ഇവിടെ മണാലിയിൽ വന്നത്, അതിൻ്റെ പാക്കേജ് കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. എല്ലാ സീരീസ് ആയിട്ട് ഞാൻ എപ്പിസോഡുകളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ള വീഡിയോയിൽ നമ്മൾ എല്ലാ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞങ്ങൾ മണാലിയിലേക്ക് പോകുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഡൽഹി വരെ എത്തുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഞങ്ങൾ ഇവിടെ തുടങ്ങാൻ കേട്ടോ ഞങ്ങളുടെ മണാലി ട്രിപ്പ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 5:30 മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പോകുന്നത് ഡൽഹി വരെ. ഞങ്ങളുടെ ഈ ട്രിപ്പിൻ്റെ പാക്കേജിനെ കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം കേട്ടോ. ഞങ്ങൾ പുറപ്പെടുന്നത് 20-ാം തീയതി വൈകിട്ട് 5:30 ട്രെയിനാണ് കേട്ടോ. അപ്പം ആ ദിവസം നല്ല മഴയായിരുന്നു കോഴിക്കോടിൽ, എല്ലാവർക്കും അറിയാവുന്നതാണ്. വൈകിട്ട് നല്ല മഴയാണ്. മഴയത്ത് നനഞ്ഞു കുളിച്ചാണ് ഞങ്ങൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. ബിയമോളൊക്കെ നല്ല ഉറക്കമായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. ഞങ്ങൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ചു. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് 5:30 കുറച്ച് ലേറ്റ് ആയിരുന്നു ട്രെയിന്. അങ്ങനെ ഇതുകൊണ്ട് ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി ഞങ്ങളെല്ലാം സെറ്റായി. ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാനും പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഒരു സമയം കൊണ്ട് എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾ AC ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സീറ്റ് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഉണ്ടായിരുന്നത്. 4 സീറ്റ് ഇവിടെ, 4 സീറ്റ് അപ്പുറത്ത്. ഞങ്ങൾ മൊത്തം 8 പേരുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ട്രെയിൻ കയറി അന്നത്തെ രാത്രിയിലെ കൂടുതൽ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ദിവസം നേരം വെളുത്തപ്പം തന്നെ ചായ കുടിക്കുന്ന ആ ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ചായ മേടിച്ച് കുടിക്കുന്ന തിരക്കിലാണ് ഓരോരുത്തർ. ഇപ്പോൾ എന്തായാലും 2 ദിവസം ഇരിക്കണമല്ലോ. ഇന്നത്തെ ഡേയും ഇന്നത്തെ നൈറ്റും ഇരിക്കണം. 22-ാമത്തിലെ ഡേയും ഇരിക്കണമല്ലോ. ഏകദേശം ഉച്ചയ്ക്ക് 2-2:30 ആകുമ്പോഴാണ് അവിടെ എത്തുന്നത് ഡൽഹിയിൽ. ഹായ് പറ ബികുട്ടി, ഹായ് പറ. അങ്ങനെ ട്രെയിനിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ തൊട്ട് പിറകിലെ സീറ്റിലിരുന്നിട്ട് കുറച്ച് മലയാളികൾ മറ്റ് സ്പീക്കറും ബോക്സൊക്കെ കൊണ്ടുവന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അടിപൊളിയായിട്ട്. മാംഗോ വേണ്ട, മാംഗോ മാംഗോ ಬೇಕಾ? നല്ല അടിപൊളിയായിട്ട് ആ ചേച്ചി പാടുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് കൂടെയുള്ള ആളുകളൊക്കെ പാടുന്നുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് നല്ല വോയിസ് ആയിരുന്നു. നമ്മുടെ വിയമോളും ബാക്കിയുള്ളവരൊക്കെ കാഴ്ചക്കാരായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. വിയമോൾ പാട്ട് കേട്ടിട്ട് ഇവിടുന്ന് ഡാൻസ് കളിയായിരുന്നു. അങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അവർ അവസാനം ഭജനയൊക്കെ ആയിരുന്നു. ഒത്തിരി നേരം ഭജനയൊക്കെ പാടിയിട്ടാണ്. ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു അവിടെ ട്രെയിനിൽ മുഴുവൻ.
നല്ല ഒരു എ സി കമ്പാർട്ട്മെന്റിലെ അവസ്ഥ കാണണം ഗൈസ്. എൻ്റെ കുഞ്ഞിൻ്റെ പാമ്പാസ് കൊണ്ടാണ് ഇവിടെ വീശുന്നത്. ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. എന്താ പറയുക, എ സി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞങ്ങൾ ഡൽഹിയിൽ എത്തുന്നവരെ ഭയങ്കരമായിട്ട് എ സി പ്രശ്നമായിരുന്നു. അതുപോലെ ടോയ്ലറ്റിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആളുകളൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിരുന്നു ഈ ചെയിൻ വലിച്ചിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അനുഭവിച്ചൊരു ദുരിതം ഇത് തന്നെയായിരുന്നു കേട്ടോ. വഴിയേ വരുന്നുണ്ട്, അതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ ഉണ്ട്. നമ്മൾ ഓരോ സ്റ്റേഷനിൽ എത്തുമ്പോഴും അവർ വെള്ളം നിറയ്ക്കുന്നതിനും എ സി ശരിയാക്കാത്തതിൻ്റെ പേരിൽ പ്രതിഷേധിക്കുന്നതുമായിട്ടുള്ള ഓരോരോ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ യാത്രയിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇത്. ഈ ഒരു മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിലെ ഈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലെ യാത്ര മറക്കൂല. ബിയമോട് ഉടുതുണിയെല്ലാം ഊരിയിട്ടൊരു സ്നഗ്ഗിയിലാണ് കേട്ടോ അന്ന് ട്രെയിനിൽ ഫുള്ള് അവൾ അങ്ങനെയാണ് നടന്നത്. കാരണം ചൂടെടുത്തിട്ടേ ഒട്ടും വയ്യായിരുന്നു. പൊന്നോ, സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. കാരണം എ സി ആയതുകൊണ്ട് ഫുള്ള് ഗ്ലാസ് അടച്ച് കൂട്ടിയതും കൂടെ ആയതുകൊണ്ട് ബാത്റൂമിൽ പോകാൻ പോലെ വെള്ളമില്ല. പെട്ടു ഞങ്ങളുടെ മണാലി ട്രിപ്പ്. ഞങ്ങൾ എ സി കമ്പാർട്ട്മെന്റിൽ എ സി ഇല്ല. എത്ര സമയമായിന്നറിയാമോ? 4-5 മണിക്കൂറായിട്ട് എ സി വർക്കില്ല. ചൂടെടുത്ത് പൊരിഞ്ഞ് വയ്യോ മക്കളുടെ ഒക്കെ കഥ. ബാത്റൂമിൽ ടോയ്ലറ്റിൽ വെള്ളം ഇല്ല. അയ്യോ, എല്ലാം കൂടെ ഭയങ്കര. ഫുഡ് കഴിച്ചിട്ട് വാഷ് ചെയ്യാൻ ഹാൻഡ് വാഷ് ചെയ്യാൻ വെള്ളമില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഗായ്സ്. ഞങ്ങളുടെ ഈ യാത്രയിലൊരു സ്പെഷ്യൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് 22-ന് സഹദിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. സോ അത് ഞങ്ങൾ ട്രെയിനിൽ വെച്ച് ആഘോഷിക്കുകയാണ്. ഞങ്ങൾ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്നുണ്ടായൊരു ഇതാണ്. ഞാനും മിക്കും കൂടെ കൂടിയിരുന്നിട്ട് ആലോചിച്ചിട്ടുണ്ടാക്കിയതാണ്. ഞങ്ങളടുത്ത് മറ്റേ സ്നാക്സിലൊരു എലൈറ്റിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു. സോ അത് വെച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കിടന്നായിരുന്നു. ആ സമയമായപ്പോഴത്തേനും 12 മണിക്കായപ്പോൾ ഞങ്ങൾ മെല്ലെ പോയി ഉമ്മൂനെയും മനുഷ്യനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് സഹദിനെ എണീപ്പിക്കുന്ന സീനാണ് കേട്ടോ. ഇനി തൊട്ട് ഞങ്ങളുടെ ബർത്ത്ഡേയുടെ ഒരു വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത്. സോ എന്തായാലും നമുക്ക് നേരെ അത് കാണാം. Happy birthday to you. Happy birthday to you. Happy birthday dear Sahar. Happy അതല്ലേ പൊട്ടിക്കാത്ത വെച്ചത്. എനിക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല. ഇതാട്ടോ ഗിഫ്റ്റ് മണാലി പോക്ക്. ഒരു മിനിറ്റ് അങ്ങോട്ട് നിൽക്കാം. വെളിച്ചത്തേക്ക് കേക്ക് എല്ലാവർക്കും സ്ഥലമില്ല. ഹാപ്പി ബർത്ത്ഡേ. ആദ്യം ബർത്ത്ഡേ കുട്ടിക്കല്ലേ കൊടുക്കണ്ടേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് പറഞ്ഞു കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ കൊടുത്തോ. എന്റെ മര്യാദക്ക് അടിഞ്ഞോ നീ ജീവിച്ചോണ്ടി. അടുത്ത ബർത്ത്ഡേക്ക് ഇതേപോലെ ചിരിച്ചു കളിക്കണമെങ്കിൽ, അടുത്ത ബർത്ത്ഡേക്ക് ഇതേപോലെ സന്തോഷത്തിൽ നിൽക്കണമെങ്കിൽ വേണ്ട എന്തായാലും നല്ല ഒരു ദിവസമായിരുന്നു ഇന്നലെ.
എന്താ പിന്നെ അടുത്തൊരു വീഡിയോ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു സോ മച്ച്. ബർത്ത്ഡേക്ക് എങ്ങനെ ട്രെയിനിൽ വെച്ചത് എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഞങ്ങൾ എന്താ പറയുക 2 ദിവസം ട്രെയിനിലായതുകൊണ്ട് നമുക്ക് കേക്കോ കാര്യങ്ങളോ ഒന്നും ഗിഫ്റ്റൊന്നും ഞങ്ങൾ മേടിച്ചില്ല. ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചല്ല. ഞങ്ങൾ ഇപ്പം ഞാനുപോലും ഓർത്തിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഇങ്ങനെ കിടന്നിങ്ങനെ കിടക്കാൻ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ ഇവൻ്റെ ബർത്ത്ഡേ പെട്ടെന്ന് ഓർമ്മയിൽ വന്നു. അങ്ങനെ ഞാൻ സത്യം അങ്ങനെ ഞാൻ കൂടെ വേഗം നമ്മുടെ സ്നാക്സിൽ നമ്മൾ കൊണ്ടുവന്നതിൽ ഒരു എലൈറ്റിൻ്റെ കേക്ക്. അത് ഭാഗ്യവശാൽ നമ്മൾ പൊട്ടിക്കാതെ വെച്ചതായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവൻ്റെ ബർത്ത്ഡേ ആ ഒരു കേക്ക് എലൈറ്റിൻ്റെ കേക്കിൽ നമുക്ക് ആഘോഷിക്കേണ്ട ഗതിയായി ഗൈസ്. സോ എന്തായാലും നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ എന്തായാലും ഇനി ഞാനങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. പിന്നെ ഇവരെല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കുന്നതുകൊണ്ട് എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ ആയിട്ടൊന്നുമല്ല കേട്ടോ ഇങ്ങനെ മണാലി ട്രിപ്പ് പ്ലാൻ ചെയ്ത്. നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പം അവൻ്റെ ബർത്ത്ഡേ അതിൻ്റെ ഇടയിൽ വന്ന് പെട്ടുപോയി. അതിങ്ങനെ ട്രെയിനിലും ആയിപ്പോയി. നമ്മുടെ BMO അവിടെ കിടപ്പുണ്ട്. സോ അപ്പോൾ എന്തായാലും അങ്ങനെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞ് ഞങ്ങളുടെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു. ബാക്കിയുള്ളവരൊക്കെ കിടന്നു പോയി. അവൻ്റെ ബെഡിൽ റൂമിൽ കയറി ഇതുകൊണ്ട് ഇവിടെ മുകളിൽ 2 ആളുണ്ട്. ഇവിടെ മറ്റമ്മയുണ്ട്, ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾ താഴെയും കൊണ്ടായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ വഴിയെ കാണാം. നമ്മൾ നാളെ ഉച്ചയ്ക്കാണ് ഡൽഹിയിലെത്താം. സോ ഓക്കെ. അപ്പോൾ താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ. സ്നേഹം കൊണ്ടൊന്നല്ല, വെറുതെ ഒരു ഓളായിക്കോട്ടെ. ഓക്കെ ബൈ. അപ്പോൾ സോ ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം കേട്ടോ. ബൈ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ. ഞാൻ ഉറങ്ങിയില്ല, വെള്ളം ഉറങ്ങി എല്ലാം താഴെ. ഇതുപോലെ കിടന്ന പ്രതിഷേധമായിരുന്നു അവിടെ. പ്രതിഷേധം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം സ്റ്റേഷനിൽ ട്രെയിൻ പിടിച്ചിട്ട് പ്രതിഷേധമായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കുറച്ച് സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഞങ്ങളുടെ ട്രെയിനിൽ ഞങ്ങൾ അനുഭവിച്ച വേറൊരു സങ്കടകരമായ കാഴ്ചയാണ്. 2 ആത്മഹത്യകൾ ഞങ്ങൾ നേരിട്ട് കാണേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഒന്ന് ഞങ്ങളുടെ ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ചാടിയിട്ട്, അതായത് കുറച്ച് മുന്നേ ആയിരുന്നു കേട്ടോ അത്. ആദ്യം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ ചാടി, അയാൾ സ്പോട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ഡെഡ് ബോഡിയൊക്കെ ഞങ്ങൾ കണ്ടു. രണ്ടാമത്തത് ഇപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ടത്, ഞങ്ങളുടെ ബോഗിയിലെ ഡോറിൻ്റെ സൈഡിൽ നിന്നിരുന്ന ഒരു വ്യക്തി തൊട്ടടുത്ത് കൂടെ ഈ സ്റ്റേഷനിൽ നിർത്തിയിട്ടപ്പം തൊട്ടപ്പുറത്തെ ട്രാക്കിലൂടെ പോയ ചരക്ക് ട്രെയിൻ ഉണ്ടാവില്ലേ, അതിൻ്റെ മുന്നിലോട്ട് എടുത്ത് ചാടിയത് ഞങ്ങളെല്ലാവരും കണ്ടു ലൈവായിട്ട് കേട്ടോ. പക്ഷെ വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. 2 ആത്മഹത്യ ഞങ്ങൾ നേരിട്ട് കണ്ടു. ഫസ്റ്റത്തെ ആൾ മരിച്ചുപോയി, പക്ഷെ ഇയാൾ മരിച്ചില്ല. അവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. 2-3 മണിക്കൂറും കൂടെ ബാക്കിയുള്ളൂ. ഇതിപ്പോൾ ഏതാ മധുര ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഏതൊരു റെയിൽവേ സ്റ്റേഷനിൽ ശരാ വീണ്ടും AC കേടായി ചൂടെടുത്ത് പുകഞ്ഞ് നിൽക്കുവാണേ ഞങ്ങളെല്ലാവരും. അങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ എന്തായാലും രാത്രി ആവേണ്ടാവും അവിടെ. 41 അതുള്ളൂ. അയ്യോ ഇവിടെ എല്ലാവരും നോക്ക്, വീശിയോ എല്ലാം പുകഞ്ഞിരിക്കുക. നമ്മൾ AC അല്ലേ തണുപ്പല്ലേ വിചാരിച്ചിട്ട് ഇങ്ങനെ ടീഷർട്ട് ഇങ്ങനെ കിട്ടുകൊണ്ട് വന്നത്. ഇതിപ്പോൾ നമുക്ക് വിനയായി. കാരണം ചൂടായിരുന്നു കയറിയത് മുതലേ. തണുപ്പ് നമുക്ക് ആസ്വദിക്കാനേ പറ്റിയില്ല. ഈശ്വര, എന്റെ മോള് വരെ ഇവിടെ ഒരു നേരം കണ്ണടച്ചിട്ടില്ല ഗായ്സ്. നല്ല അവസ്ഥ ഗായ്സ്, അവസ്ഥ. അയ്യോ, അങ്ങനെ ഒരു കൊടൂര യാത്ര ഞങ്ങൾ ഇവിടെ ഇറങ്ങി.
അങ്ങനെ അതുകൊണ്ട് ഗൈസ് ഞങ്ങൾ കഷ്ടിച്ചെയ്യോ പ്രാർത്ഥനകൾക്കൊടുവിൽ ഞങ്ങൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാണ് സന്തോഷം കേട്ടോ. പക്ഷേ ഡൽഹിയിലാണെങ്കിലും ഒടുക്കത്തെ ചൂടാണ്. അയ്യോ എൻ്റെ ദൈവമേ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് ഏതാണ്. കാരണം നമുക്ക് സമയമില്ല. 7 മണിക്ക് നമ്മുടെ ബസ്സുണ്ട്. 7 മണിയുള്ളത് 8:30 ആക്കിയിട്ടുണ്ട്. ട്രെയിൻ ലേറ്റ് ആയത് കാരണം. സോ 8:30 ആകുമ്പോഴത്തേനും നമുക്ക് അവിടെ ബസ്സിൻ്റെ അടുത്ത് എത്തണം മണാലിയിലേക്ക് പോകാനുള്ള. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഫ്രഷപ്പ് എടുത്തിട്ട് പെട്ടെന്ന് ഫ്രഷായിട്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഞങ്ങൾ ആദ്യം ഡൽഹിയൊക്കെ കറങ്ങിയിട്ട് നമുക്ക് ബസ്സിൽ പോകാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ എന്തായി ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് ഒരു കാര്യവും നടന്നില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ കണ്ടതുകൊണ്ട് ഇറങ്ങി റൂം തപ്പി പോവുകയാണ്. ഇനി ഒരു റൂം എടുത്തിട്ട് വേണം എല്ലാവർക്കും പെട്ടെന്ന് ഫ്രഷപ്പായിട്ട് നേരെ പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി മണാലിയിലേക്ക്. ഞങ്ങളുടെ എന്താ പറയുക അങ്ങോട്ടേക്ക് എന്താ പറയുക നമ്മളുടെ ഏറെ കാലത്ത് സ്വപ്നമാണ് മണാലി എന്നുള്ളത്. മണാലിയിൽ പോയിട്ട് മഞ്ഞൊക്കെ കിട്ടുമോ ഇല്ലേ എന്നൊക്കെ അവിടെ പോയിട്ട് കാണാം. എന്തായാലും അതിൻ്റെ വിശേഷങ്ങളൊക്കെ വഴിയേ വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വ്ലോഗുകളൊക്കെ കാണുക. എന്തായാലും അടുത്ത വീഡിയോയിൽ മണാലിയിലെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക റൂമെടുത്ത് കുളിച്ച് ഫ്രഷായി എല്ലാവരും മണാലി ബസ്സിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പം നിങ്ങളീ കാണുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറയാണ്. സോ അപ്പോൾ ഞങ്ങളിനി നേരെ വണ്ടി കയറിയിട്ട് ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ യൂബർ എടുത്തിട്ട് നേരെ നമ്മൾ ബസ്സിൻ്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ. ബസ്സിൽ കയറിയിട്ടുള്ള വിശേഷങ്ങളും നമ്മളുടെ കൂടെയുള്ള ആളുകളുടെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ യൂബർ വന്നു, കാറിൽ കയറി ഞങ്ങൾ ഇതുകൊണ്ട് പോവാണ് കേട്ടോ.